മുന്നിലാണ്. കേരളത്തിലെ 3 കക്ഷി രാഷ്ട്രീയക്കാരും ഒരുമിച്ചൊരു പ്രസ് മീറ്റ് ചെയ്യണമെങ്കിൽ അതിലെന്തോ. കേരള ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും 3-ാം മുന്നണിയും കൂടി സമന്വയിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ്. എന്തുകൊണ്ടായിരിക്കാം? ഇത് കേരള ജനതയ്ക്ക് മുഴുവൻ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ. നമ്മുടെ നാട്ടിൽ 2 മഹാദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് പ്രളയം, മറ്റൊന്ന് കോവിഡ്. ആ സമയത്ത് നമ്മൾ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ധൈര്യപൂർവ്വം അതിനെ നേരിട്ടു. അതുപോലൊരു മഹാമാരി, ഒരുപക്ഷെ അതിനേക്കാളൊക്കെ വലുത് ഇവിടെ കുറെ നാളുകളായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ മുഴുവൻ വീടുകൾ പരിശോധിച്ചാൽ അതിലൊരു 70% വീടുകളിലും 1-2, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ അന്യരാജ്യങ്ങളിലാണ്. പല വീടുകളിലും നോക്കാൻ ആളില്ലാത്ത പ്രായാധിക്യം ചെന്നവർ മാത്രമായിരിക്കും. തീർച്ചയായും ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ വീഴ്ച കൂടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് മാത്രമാണോ? ഒരിക്കലുമല്ല. ഇവിടുത്തെ മാതാപിതാക്കൾ, അധ്യാപകർ, അവർക്ക് മുന്നേ പോയവർ, ഇവരെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇവർ തീരുമാനിക്കുകയാണ് അവൻ പുറത്തു പോയി ഏത് രാജ്യത്ത് ജീവിക്കണമെന്ന്. അവിടെ ചെന്നിട്ടുള്ള ചിലരുടെ അവസ്ഥകൾ വളരെ ഭീകരമാണ്. നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയും, ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും അവിടെ മലയാളികൾ ഉണ്ടാവും. ഈ പോക്കാണെങ്കിൽ ഒരു മൂലയിൽ മാത്രം മലയാളികൾ ഉണ്ടാവില്ല. അത് ഈ കേരളത്തിലായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ തന്നെ ഗവൺമെന്റ് സിസ്റ്റം മടുപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ പോലും അവരെ എതിർത്ത് അത് ഞങ്ങളിലേക്ക് എത്തിക്കണം. ഒരു ശബ്ദം ഒരുപാട് പേരുടെ ശബ്ദമാവുമ്പോൾ അതിന് തീവ്രത കൂടും, തീരുമാനങ്ങളുണ്ടാവും. പിള്ളേരെ തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന്. ഇത് നമ്മുടെ നാടാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരഞരമ്പുകളിൽ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കഴിവും ബുദ്ധിയും പ്രയോഗിക്കേണ്ടത് നമ്മുടെ നാട്ടിലാണ്. രാഷ്ട്രീയവും സമൂഹവും വ്യവസായവും ആരോഗ്യ മേഖലകളും നിലനിൽക്കണമെങ്കിൽ തലമുറകൾ മാറി വരണം. എന്തുകൊണ്ടാണ് കുട്ടികൾ പോകുന്നതെന്നും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പഠിച്ച് അതിന് പരിഹാരമായി ഞങ്ങളിവിടെ പുതിയൊരു പദ്ധതി നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണും.